ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. അതായത് കോതമംഗലത്ത് സിനിമാ ലൊക്കേഷനിൽ നിന്ന് കാണാതായ ആനയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഭൂതത്താൻ കെട്ടിന് സമീപം തുണ്ടം വനമേഖലയിലാണ് തിരച്ചിൽ നടക്കുന്നത്. വനപാലകരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എന്തായാലും ആന എവിടെ പോയി എന്നത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സിനിമാ ഷൂട്ടിങ്ങിനായി എത്തിച്ചതാണ്. ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ആനയെ കാണാതാവുന്നത്. പക്ഷേ ഇത്ര നേരമായിട്ടും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ സിജോ? ജിൽസി, ഇന്നലെയാണ് ഈ തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കോതമംഗലം ഭൂതത്താൻകെട്ടിന് സമീപം തുണ്ടം വനമേഖലയിലേക്ക് ഈ നാട്ടാനകളിൽ ഒരാന കയറിപ്പോയത്. 5 ആനകളെയാണ് ഇവിടെ സിനിമ ചിത്രീകരണത്തിന് എത്തിച്ചിരുന്നത്. 3 പിടിയാനകളും 2 കൊമ്പനാനകളും ഉണ്ടായിരുന്നു. ഇതിൽ 2 കൊമ്പനാനകളാണ് ഈ സിനിമ ലൊക്കേഷനിൽ വെച്ച് ഏറ്റുമുട്ടിയത്. പുതുപ്പള്ളി സാധു, തടത്തവിള മണികണ്ഠൻ എന്നീ ആനകളാണ് ഏറ്റുമുട്ടിയത്. ഈ മണികണ്ഠൻ സാധുവിനെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ആന സാധു കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. സിനിമാ ലൊക്കേഷന് സമീപത്തായി തന്നെയാണ് ഈ ആനയെ തളച്ചിരുന്നത്. ആന ഈ ചിത്രീകരണത്തിനിടെ ഇവിടെ നിന്ന് നടന്നു നീങ്ങിയ ആന ഈ ആനയെ തളയ്ക്കുന്ന ഭാഗത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നീട് വീണ്ടും ഈ പുറകെ എത്തി മണികണ്ഠൻ സാധുവിനെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ആന അവിടുന്ന് ഉൾക്കാട്ടിലേക്ക് കയറിയത്. ഇവിടുന്ന് ഈ എടമലയാർ വനമേഖലയാണ് ഈ പ്രദേശം. തുണ്ടം റേഞ്ച്, മലയാറ്റൂർ ഡിവിഷന് കീഴിൽ തുണ്ടം റേഞ്ചിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. എടമലയാർ വനമേഖലയാണ്, നിബിഡ വനമേഖലയാണ്. കാട്ടാനകൾ നിരവധി ഉള്ള പ്രദേശം കൂടിയാണ്. ഇവിടെ നിന്ന് മലയാറ്റൂർക്ക് കടക്കുന്ന ഒരു റോഡുണ്ട്, വനത്തിലൂടെയുള്ള ഒരു റോഡാണുള്ളത്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ ഈ വനപാലക സംഘം തെരച്ചിൽ നടത്തുന്നത്. ആ ഭാഗത്തേക്ക് ആന പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംഘങ്ങളെ തിരിഞ്ഞ് 50 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മലയാറ്റൂർ DFO, തുണ്ടം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. തുണ്ടം റേഞ്ചിന് കീഴിലെ എല്ലാ വനം ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ മേഖലയെക്കുറിച്ച് പരിചയമുള്ള നാട്ടുകാരും പാപ്പാന്മാരും ഈ തെരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട്. എന്തായാലും ഇതിൽ ആനയെ ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ ഭാഗത്തും കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ നടക്കുന്നത്.